അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റാഗി ഇട്ട് കൊടുക്കാം. റാഗി, കൂവരക്, മുത്താറി എന്നൊക്കെ പറയും. പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കില്ലേ, അതാണ്. റാഗി ഇതാ ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത്. കുറച്ച് അഴുക്കും അതുപോലെ മണ്ണും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം റാഗി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പം റാഗി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ചില റാഗിയിൽ മാത്രമേ മണ്ണൊക്കെ ഉണ്ടാവുള്ളൂ, ചില റാഗിയിൽ മണ്ണും അഴുക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കഴുകി വൃത്തിയാക്കുമ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടും. നേരത്തെ ഇരുന്ന കളറിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് കാണുന്നില്ലേ. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത റാഗി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ വെള്ളമൊക്കെ മാറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ വെള്ളത്തിന്റെ നനവൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയി കിട്ടണം. റാഗി എന്ന് പറഞ്ഞാൽ വളരെയധികം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ധാന്യമാണ്. ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം, ഇരുമ്പ്, നാരുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ശരീരഭാരമൊക്കെ കുറയ്ക്കുവാനും അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിച്ച് നിർത്താനും അതുപോലെ എല്ലുകൾക്ക് ബലം നൽകാനും നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുവാനും ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറ്റി ചർമ്മത്തെ ചെറുപ്പമായി വെക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് റാഗി ദിവസവും കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇരുമ്പിന്റെ നല്ലൊരു ഉറവിടമാണ് റാഗി. വിളർച്ച തടയാനും ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും ഒക്കെ സഹായിക്കും. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിന് ശരീര വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഒക്കെ പറ്റിയ ഒന്നാണ് ഈ റാഗി. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഒക്കെ ഒരുപാട് നല്ലതാണ് റാഗി ദിവസവും കഴിക്കുന്നത്. അപ്പൊ റാഗി ദിവസവും കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒന്നാണ് റാഗി. നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ദിവസം കുറുക്ക് കാച്ചി കൊടുക്കില്ലേ, ഇരുമ്പിന്റെ അംശമൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. റാഗിയുടെ വെള്ളത്തിന്റെ നനവൊക്കെ മാറി നല്ലതുപോലെ റോസ്റ്റ് ആയി വരണം. അതുവരെയും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ വെള്ളത്തിന്റെ നനവൊക്കെ മാറി നല്ലോണം ഡ്രൈ ആയിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്ക് പൊട്ടുന്നത് പോലെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. റാഗി വറുത്തെടുത്ത അതേ പാനിൽ തന്നെ 250 ml കപ്പിന് 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. കറുത്ത ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത ഉഴുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള കറുത്ത ഉഴുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ കറുത്ത ഉഴുന്ന് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം കറുത്ത ഉഴുന്നിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി കൊഴിച്ചിൽ മാറി മുടിക്ക് നല്ല ബലവും ആരോഗ്യമൊക്കെ നൽകാൻ സഹായിക്കും. അപ്പോൾ ഉഴുന്ന് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കറുത്ത ഉഴുന്നിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ, നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എല്ലാത്തിൻ്റെയും ഒരു കലവറയാണ് ഈ കറുത്ത ഉഴുന്നെന്ന് പറയുന്നത്. ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന വിളർച്ച തടയാനൊക്കെ കറുത്ത ഉഴുന്നിൽ ഇരുമ്പിന്റെ അളവ് ഒരുപാട് സഹായിക്കും. മലബന്ധം മാറാനൊക്കെ ഒരുപാട് നല്ലതാണ് ഉഴുന്ന്. അപ്പോൾ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. ഉഴുന്നത് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഉഴുന്നിന്റെ ആ പച്ച ചുവയൊക്കെ മാറി ഒരു നല്ലൊരു മണം വരും. അതുവരെയും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്തത് 250 ml കപ്പിന് 1 കപ്പ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. നിലക്കടലയും ധാരാളം പോഷകങ്ങളുടെ ഒരു കലവറയാണ്. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കുവാനും പ്രമേഹം തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് നിലക്കടല. ഞാനിപ്പോൾ പച്ച നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത നിലക്കടല വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. റോസ്റ്റ് ചെയ്ത നിലക്കടല ആയാലും 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പച്ച നിലക്കടല ആയതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് ക്രിസ്പിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. മതി. അപ്പം നിലക്കടലയെല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വീണ്ടും അതേ പാനിൽ തന്നെ 250 ml കപ്പിന് 1 കപ്പ് കരിപ്പട്ടിയാണ് എടുത്തിട്ടുള്ളത്. കരിപ്പട്ടിക്ക് പകരം ശർക്കര വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ കരിപ്പട്ടിയിൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇതും ഇരുമ്പിന്റെ അളവ് മെച്ചപ്പെടുത്തി വളർച്ച തടയാനൊക്കെ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുകയും ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതുകൊണ്ട് ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ കരിപ്പട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര എടുക്കുക. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കരയോ 1/4 കപ്പ് കരിപ്പട്ടിയോ എടുക്കുക. ഇതൊരു നോർമൽ മധുരം ഉണ്ടാവുള്ളൂ. കരിപ്പട്ടി എല്ലാം എന്താ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. റോസ്റ്റ് ചെയ്തിട്ട് ചൂട് മാറാൻ വെച്ചിരുന്ന റാഗിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. നല്ലതുപോലെ ചൂട് മാറണം. ഈർപ്പൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കാം. ഇതുപോലെ ചെറിയ ജാറെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഒരുമിച്ചിട്ട് പൊടിക്കരുത്, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ എല്ലാം 250 ml കപ്പിന് 1 കപ്പിന്റെ അളവിലാണ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസിന്റെയോ ബൗളിന്റെ അളവിൽ എല്ലാം അളന്നെടുക്കുക. ഇനി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ റാഗി ഇതാ നല്ലതുപോലെ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പയിൽ വെച്ചിട്ട് തരി ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഇത് നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉഴുന്ന് പരിപ്പ് റോസ്റ്റ് ചെയ്തതിന്റെ ചൂട് മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നും ഇതാ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച നിലക്കടലയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കാം. നിലക്കടല പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്. അതുപോലെ തന്നെ പൾസ് മോഡിലിട്ടിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഒരേ സ്പീഡിലിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എണ്ണ ഇറങ്ങി വരും. അതുകൊണ്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്. അപ്പോൾ അത് നിലക്കടലയും ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കിയെടുത്ത കരിപ്പട്ടി ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോരുത്, 2 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റാഗിയോ ഉഴുന്നോ ഒക്കെ പൊടിച്ച സമയത്ത് കഷ്ണം ചുക്കും 2-3 ഇലക്കിട്ട് അതിലേക്ക് കൂടെ ചേർത്ത് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ റാഗി പൊടിച്ചതിടാം. ഉഴുന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നിലക്കടല പൊടിച്ചതും കൂടി ചേർക്കാം. നിലക്കടല തരിതരിപ്പായിട്ട് പൊടിച്ചത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിലക്കടല റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ബദാമോ കാശുവണ്ടി പരിപ്പോ ഒക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിലക്കടല മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാം എന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കറക്റ്റ് പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നെയ്യില്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യാകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. അപ്പോൾ ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറാൻ നിൽക്കേണ്ട, എന്നാൽ പിന്നെ ഉരുള പിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിന് ശേഷം നമുക്ക് കുറച്ച് മിക്സ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ആ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കുക. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുള ഉരുട്ടിയെടുക്കുക. അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് പുറത്ത് ഒരാഴ്ച വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കേടൊന്നും വരില്ല. ഇത് ശരീരത്തിലെ മൊത്തത്തിലുള്ള വേദനകൾ മാറ്റുന്നതിനും എല്ലുകൾക്കും അതുപോലെ തന്നെ ഇടുപ്പ് വേദന, നടുവേദന, അതുപോലെ തന്നെ കൈകാല് മുട്ടുവേദന, നടുവേദനയ്ക്കൊക്കെ പറ്റിയ ഒന്നാണ്. ഒരു ദിവസം 1 കഴിക്കാം. അപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെ ഉരുട്ടി ഉരുളകളായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ പൊടിച്ചു വെക്കുമല്ലോ, റാഗിയും ഉഴുന്നുപൊടിയും നിലക്കടലയൊക്കെ പൊടിച്ചിട്ട് അത് 1 സ്പൂൺ പാലിൽ ചേർത്ത് കഴിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുളകളാക്കി ദിവസവും ഒരു ഉരുള കഴിക്കുക. ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പോൾ ദിവസവും ഇതുപോലെ 1 കഴിക്കുക. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്